വെൽക്കം ബാക്ക് ടു വണ്ടർസ്കേപ്സ് പാരീസ് എഡിഷൻ. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാൻ പോണത് പാരീസ് ബസ് ടൂറിലാണ്. നമുക്ക് ബസ്സിന് മുകളിൽ നിന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ബസ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ബസ് ടൂർ എടുത്താൽ രണ്ടാണ് ഗുണം. ഒന്നാമത് നമുക്ക് സിറ്റി മുഴുവൻ സുഖമായി ഇരുന്ന് ബുദ്ധിമുട്ടില്ലാണ്ട് കാണാം. രണ്ടാമത്തെ എന്താ വെച്ചാൽ ബസ്സിൽ കമൻട്രി ഉണ്ടാവും. ചിലപ്പോൾ ലൈവ് കമൻട്രിയാണ്, ചിലതിൽ റെക്കോർഡഡ് കമൻട്രിയാണ്. അപ്പോൾ ഏകദേശം എല്ലാ ഇമ്പോർട്ടൻറ്റ് അട്രാക്ഷൻസിനെയും കുറിച്ച് ഒരു ചുരുക്കത്തിലുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ഈ ബസ് ടൂർ കൂടെ കിട്ടും. അപ്പോൾ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് അത് ബസ് ടൂർ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് അപ്പുറത്തൊക്കെ പാരീസിലെ പ്രധാനപ്പെട്ട കുറേ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ വലിയ വലിയ കേമന്മാർ വന്ന് താമസിച്ച ഹോട്ടൽ, ജയ്പൂരിലെ മഹാരാജാവ്, പിന്നെ റഷ്യനിലെ ഡച്ചസ്, അതേമാതിരി ക്വീൻ വിക്ടോറിയ ഓഫ് ഇംഗ്ലണ്ട്, അങ്ങനെ കുറേ കേമന്മാർ താമസിച്ച ഹോട്ടൽ അവിടെ ഉണ്ട് ലൂവറിൻ്റെ അടുത്തായിട്ട്. ഇത് നെപ്പോളിയന് വേണ്ടി നിർമ്മിച്ച ഒരു സ്മാരകമാണ്. ഇത് ഹോട്ടൽ റിറ്റ്സ് ആണ്. ഇവിടെയാണ് ഡയാന രാജകുമാരി തൻ്റെ അവസാനത്തെ മീൽ കഴിച്ചത് അത്ര. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് അവർ മരിച്ചത് ആക്സിഡൻറ്റിൽ. അപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ കൊക്കോ ഷെനൽ വന്ന് താമസിച്ചു. ഇൻഫാക്ട് 35 കൊല്ലം അവരവിടെ താമസിച്ചു. പിന്നെ ഡ്യൂക്ക് ഓഫ് വിൻസർ, എഡ്വേർഡ് എട്ടാമൻ, അങ്ങനെ കുറേ പ്രമുഖരൊക്കെ താമസിച്ച സ്ഥലമാണിത്. ഇത് ഒപ്പേറ ഹൗസ്. അക്കാഡമി ഓഫ് നാഷണൽ മ്യൂസിക് എന്നാണ് എഴുതിയിരിക്കുന്നത്. പാരീസിലെ ഒപ്പേറ ഹൗസ് ഇൻസ്പയർഡായിട്ട് ലോകത്തിൽ പല ഭാഗത്തും കുറേ ഒപ്പേറ ഹൗസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേവ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ. അത്രയും ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്. അവിടെ കാണുന്നതാണ് മോള റൂഷ്, മോസ്റ്റ് ഫേമസ് റെഡ് വിൻഡ് മിൽ ഇൻ ദ വേൾഡ്. മോള റൂഷ് എന്നാണ് പറയുക ഫ്രഞ്ചിൽ. ഇവിടെ നിന്നാണ് കാബറെ എന്നുള്ള ആർട്ട് ഫോം അല്ലെങ്കിൽ കലാരൂപം എന്ന് പറയാം അത് തുടങ്ങിയത്. ഇപ്പോൾ ക്യാൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസിങ് ആണ് ഈ മോള റൂഷിൽ ഇൻവെൻറ്റ് ചെയ്ത്. അത് ഇന്നും പ്രസിദ്ധമായിട്ട് തുടരുന്നു. ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ അട്രാക്ഷൻസ് ഇൻ പാരീസ് ആണിത്. അവിടുത്തെ ഷോസിനൊക്കെ എപ്പോഴും 4 സ്റ്റാറും ഒക്കെ കിട്ടണതാണ് ക്രിറ്റിക്സിൻ്റെ അടുത്തു നിന്നൊക്കെ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മോള റൂഷ്. ആരുമില്ല, ഫുൾ ബസ് നമുക്ക് വേണ്ടി. നല്ല രസമുണ്ട്. ഇവിടെ അങ്ങനെ റോഡിൻ്റെ നടുവിൽ വാക്ക് വേസ് ഉണ്ട്, നല്ല വീതി ഉണ്ട് എല്ലാത്തിനും. അപ്പോൾ സുഖമായിട്ട് ആൾക്കാർക്ക് നടക്കാം. ഇന്നിപ്പോൾ ക്രിസ്മസ് ഡേ ആണ്, അതിൽ കുറച്ച് ഷോപ്സൊക്കെ തുറന്നിട്ടുണ്ട്. പൊതുവേ തിരക്ക് നല്ല കുറവാണ്. ഇത് പാരീസിലെ റെഡ് ലൈറ്റ് ഏരിയയാണ്. ലോകത്തിലെ ഒരുവിധം എല്ലാ നഗരങ്ങളിലും ഇതുപോലത്തെ ഏരിയാസ് ഉണ്ടാവും. ഒരു സീഡി സൈഡ് ഓഫ് ദ സിറ്റി എന്നൊക്കെ പറയാം വെച്ചാലും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അംഗീകരിക്കപ്പെട്ടു എന്ന് വേണം പറയാം. ആംസ്റ്റർഡാം,
പാരീസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് നഗരജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കുറേ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകളുണ്ട് കേട്ടോ ഇവിടെ. ബിഗ് ബസ്, സൈറ്റ് സീയിങ് പാരീസ്, പിന്നെ ഇതുപോലെ ഓപ്പൺ ടൂർ ഒക്കെ ഏതാച്ചാൽ ചൂസ് ചെയ്യാം. ഇങ്ങനെ ഓരോ റൂട്ട്സ്, അതേമാതിരി ഓരോ റേറ്റ്സ്, ഓരോ ടൈമിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ഇതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം ഏത് റൂട്ടാണ് വേണ്ടത്, ഏത് ബസ്സാണ് വേണ്ടത്. ഇത് ഗാദെ ലെസ്റ്റ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും വലുത് അങ്ങനെയൊന്നുമല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള സ്റ്റേഷനാണ്. പിന്നെ ഇതിൻ്റെ ക്ലെയിം ടു ഫെയിം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എവർ ഓറിയൻറ്റ് എക്സ്പ്രസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇസ്താംബുളിലേക്ക്. പിന്നെ ഓഫ് കോഴ്സ് 1914 വേൾഡ് വാറിൻ്റെ സമയത്ത് കുറേ സോൾജേഴ്സിനൊക്കെ ഇവിടുന്ന് ഈ സ്റ്റേഷനിൽ നിന്നാണ് കയറിപ്പോയത്. അപ്പോൾ ഇത് ഗോഡിനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. ജപ്പാനിലെ ഒരു സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ്സ് ബിസിയസ്റ്റ് സ്റ്റേഷനാണ് ഇത്ര ഇത്. ഇവിടുന്ന് ലോക്കൽ സർവീസസ്, നോർത്ത് ഓഫ് ഫ്രാൻസിലെ സർവീസസ് ഒക്കെ അല്ലാതെ ഇൻ്റർനാഷണൽ ട്രെയിൻ സർവീസസും ഉണ്ട്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിലേക്ക്. ഇത് സിറ്റിയുടെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഗേറ്റ്സ് ആണ്. ലൂയി 14 ഉത്തരവ് പ്രകാരം ഉണ്ടാക്കിയ ഒരു ഗേറ്റാണിത്. കണ്ടാൽ നമ്മുടെ ആർക്ക് ദി ട്രയംഫിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പഴയകാല പാരീസിൻ്റെ കവാടം എന്ന് പറയാം. ഈ ഗേറ്റ് ആണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഗേറ്റ്സ് പഴയ പാരീസ് സിറ്റിയിലേക്കുള്ള. അപ്പോൾ നെപ്പോളിയൻ തൻ്റെ വിജയത്തിന് ശേഷം ഇത് കൂടെയാണ് വന്നിരുന്നത്. അപ്പോൾ ഈ ഗേറ്റാണ് ആർക്ക് ദി ട്രയംഫിന് ഇൻസ്പിറേഷൻ ആയത്. ഇത് റെക്സ് തിയേറ്റർ, പാരീസിലെ ഏറ്റവും വലിയ തിയേറ്ററാണ്. അതുകൂടാതെ തന്നെ ഈ റോഡിൽ കുറേ തിയേറ്റേഴ്സും മ്യൂസിക്കൽസിൻ്റെതും ഒക്കെ ഉണ്ട്. ഇത് ഓൾഡസ്റ്റ് വാക്സ് മ്യൂസിയം ആണ്. ഇവിടെ കുറേ ആൾക്കാരുടെ, ഫേമസ് ആൾക്കാരുടെ മോഡൽസ് ഉണ്ട്, ഇൻക്ലൂഡിങ് മഹാത്മാഗാന്ധി, ആൽബർട്ട് ഐൻസ്റ്റൈൻ. വൺ ഓഫ് ദി good attractions in Paris. ഞങ്ങൾ രാവിലെ ഈ ബസ്സിൽ കയറിയപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതാ ഒരുവിധമൊക്കെ നിറഞ്ഞു. പലയർ റോയാലാണിത്. അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേമസ് റെസിഡൻറ്റ് റിഷേലിയോ. അദ്ദേഹത്തിനെ കുറിച്ച് അലക്സാണ്ടർ ദുമയുടെ 3 മസ്കറ്റിയേഴ്സിലും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൂവറിൻ്റെ കോർട്ട്യാർഡിൽ കൂടെ പോവാണ്. ആയിരത്തി 1800കളുടെ അവസാനം ആകുമ്പോഴേക്കൊക്കെ പാരീസിൽ ആർട്ട്, കൾച്ചർ, ക്യുസീൻ, തിയേറ്റർ, മ്യൂസിക് ഒക്കെ അങ്ങനെ നല്ല ഏറ്റവും പ്രതാപകാലമായിരുന്നു. എല്ലാത്തിൻ്റെയും പ്രതാപമായിട്ട് നിൽക്കുന്ന സമയത്താണ് വേൾഡ് വാർ 1 ഉണ്ടാവണത്. അതോടുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്ക് സീറ്റിലാവുകയും കുറേശ്ശെ അതിന് ഡിക്ലൈൻ വരികയും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ ലൂവർ മ്യൂസിയത്തിന് മുമ്പിൽ ഒരു ആർച്ചുണ്ട്. ആ ആർച്ചിന് നേരെ നോക്കിയാൽ അപ്പുറത്തറ്റത്ത് ആർക്ക് ദി ട്രയംഫ് ഉണ്ട്. പോണഫ് എന്ന് പറഞ്ഞ ബ്രിഡ്ജിൻ്റെ കൂടെ മുകളിൽ കൂടെ പോവാണ്.
ഓൾഡസ്റ്റ് ബ്രിഡ്ജാണ്, പക്ഷെ പേര് ന്യൂ ബ്രിഡ്ജ് എന്നാണ്. നാഷണൽ അസംബ്ലി, ഓവർ ഹൗസ് ഓഫ് ദി ഫ്രഞ്ച് പാർലമെൻ്റ് ആണ്. ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ റാഡിക്കൽസ് ആയിട്ടുള്ള ആൾക്കാർ റൈറ്റിലും കുറച്ച് ലിബറൽ ആയിട്ടുള്ള ആൾക്കാർ ലെഫ്റ്റിലുമാണ് അത്ര ഇരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത്ര ലെഫ്റ്റും റൈറ്റും എന്നുള്ളത് വന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഈ പാരീസ് ബസ് ടൂർ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായി വെച്ചാൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ലൊക്കേഷനിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.